മുനമ്പം വഖഫ് കേസിൽ നിർണായക വഴിത്തിരിവ്. വഖഫ് ഭൂമിയിൽ നിലപാട് മാറ്റി സിദ്ദിഖ് സേട്ടിൻ്റെ മകൾ. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്ന് മകൾ, പരാതിക്കാരി കൂടിയായ മകൾ പറയുന്നു. കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലിൽ ഇന്നും വാദം തുടരുന്നുണ്ട്. AK ലതീഷ് വിവരങ്ങളുമായി ചേരുന്നു. ലതീഷ്, ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒന്ന്, സേട്ടിൻ്റെ മക്കൾ ആണ് പരാതിക്കാർ. അവരാണ് പറഞ്ഞത് ഈ മുനമ്പം ഭൂമി വഖഫായിരുന്നു എന്ന്. ഇപ്പോൾ അതിലൊരു മകളാണോ പറയുന്നത് ഇത് വഖഫ് ഭൂമി അല്ലെന്ന്? ഈ വാദം അഭിഭാഷകൻ വഴി ട്രിബ്യൂണലിൽ ഉന്നയിക്കുകയായിരുന്നു. എന്തൊക്കെയാണ് അതിൻ്റെ വിവരങ്ങൾ? ജിംഷാദ്, ഇന്നലെയാണ് കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിൽ മുനമ്പം വഖഫ് കേസിൻ്റെ വിചാരണ ആരംഭിച്ചത്, വാദം ആരംഭിച്ചത്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു നിലപാട് മാറ്റം ഈ ഭൂമി ഫറൂഖ് കോളേജിന് വിട്ടു നൽകിയ സിദ്ദിഖ് സേട്ടിൻ്റെ മകൾ സുബൈദയുടെ മക്കൾ മുന്നോട്ട് വെക്കുന്നത്. അത് ഈ പറയുന്ന ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റിൻ്റെ വാദത്തോട് ചേർന്ന് നിൽക്കുന്ന വാദമാണ്. ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റാണ് വഖഫ് ഭൂമി അല്ല, ഇത് തങ്ങൾക്ക് ദാനമായി ലഭിച്ച ഭൂമിയാണ്, അതുകൊണ്ട് തന്നെ തങ്ങൾക്കിത് ക്രയവിക്രയത്തിന് അധികാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിനെ സമീപിച്ചത്. ഇത് വഖഫ് ബോർഡിൻ്റെ തീരുമാനത്തിനെതിരെയുള്ളൊരു ഹർജിയായാണ് വന്നത്. ഈ ഹർജി പരിഗണിക്കാനിരിക്കെയാണ് ഈ ഭൂമി വിട്ടു നൽകിയ സിദ്ദിഖ് സേട്ടിൻ്റെ മക്കൾ ഇത് കേസിൽ കക്ഷി ചേർന്നത്. അതിൽ ഒരു മകളാണ്, അല്ലെങ്കിൽ സുബൈദ എന്ന് പറയുന്ന മകളുടെ മക്കളാണിപ്പോൾ. സുബൈദ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. സുബൈദയുടെ മക്കളാണിപ്പോൾ ഈ നിലപാടുമായി, അല്ലെങ്കിൽ നിലപാട് മാറ്റവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ മറ്റു മക്കളൊന്നും, സിദ്ദിഖ് സേട്ടിൻ്റെ മറ്റു മക്കളൊന്നും തന്നെ ഈ നിലപാടിലേക്ക് എത്തിയിട്ടുമില്ല. എന്തായാലും അവരുടെ വാദങ്ങൾ തുടർ ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ വഖഫ് ബോർഡ് പ്രധാനമായും ഇന്നലെ മുന്നോട്ട് വെച്ചത് ഈ ആധാരത്തിൽ, വഖഫ് ആധാരത്തിൽ 2 സ്ഥലത്ത് വഖഫ് എന്ന് പറയുന്നുണ്ട്. ഒപ്പം അതിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാക്യം എന്ന് പറയുന്നത് ദൈവനാമത്തിൽ ആത്മശാന്തിക്കായി ഭൂമി സമർപ്പിക്കുന്നു എന്നതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വഖഫ് ഭൂമിയാണ് എന്ന് തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ ഇത് ഈ ഡീഡിൽ തന്നെ, അല്ലെങ്കിൽ ഈ ഉടമ്പടിയിൽ തന്നെ ഉണ്ട് എന്നാണ് വഖഫ് ബോർഡിൻ്റെ പ്രധാനപ്പെട്ട വാദം. എന്നാൽ ഇത് തള്ളുന്ന വാദമാണ് ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് ഇന്നലെ മുന്നോട്ട് വെച്ചത്. അത് അവർ പറയുന്നത്, ഇക്കാര്യത്തിൽ ഒരു നിലപാട് പറയുന്നത്, ക്രയവിക്രയ സ്വാതന്ത്ര്യവും തിരിച്ചെടുക്കാനുള്ള നിബന്ധനയും കൂടി ഈ ഉടമ്പടിയിൽ അവസാന ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും ഒരു വഖഫ് ഭൂമിയാണ്, വഖഫ് ആണ് എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തങ്ങൾക്കിത് ദാനമായി ലഭിച്ച ഭൂമിയാണ് എന്നുള്ള വാദം ഉറപ്പിക്കുന്നതിനായാണ് ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് ഈ ഒരു ഭാഗം പ്രധാനമായും ഇന്നലെ ട്രിബ്യൂണൽ മുമ്പാകെ അവതരിപ്പിച്ചത്. എന്നാലും വാദം പൂർത്തിയായിട്ടില്ല. വാദം കുറേ നാൾ നീണ്ടു നിൽക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 8 കക്ഷികളാണ് നിലവിൽ ഇതിലുള്ളത്. ഒപ്പം വഖഫ് അവിടെ ഭൂമിയിൽ താമസിക്കുന്ന, മുനമ്പം ഭൂമിയിൽ താമസിക്കുന്ന മുനമ്പം നിവാസികളുടെ 2 പേരും ഈ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. അവരും ഇന്നലെ പറഞ്ഞത് ഇതൊരു വഖഫ് ഭൂമിയല്ല. അതായത് അവർ പറഞ്ഞ പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഇതാണ്: ഫറൂഖ് കോളേജ് മതജീവകാരുണ്യ സ്ഥാപനമല്ല ഫറൂഖ് കോളേജ് എന്നതുകൊണ്ട് തന്നെ ഇതൊരു വഖഫ് ഭൂമിയായി പരിഗണിക്കാൻ കഴിയില്ല എന്ന വാദമാണ് ഇന്നലെ ഈ മുനമ്പം നിവാസികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്നിപ്പോൾ ഈ ഇന്നലെ തുടങ്ങിയ വാദത്തിൻ്റെ തുടർച്ചയായ വാദവും ഒപ്പം പറവൂർ കോടതിയുടെ വിധിയും കൂടി വിശദമായി പരിശോധിക്കാനാണ് ഇപ്പോൾ ട്രൈബ്യൂണൽ തീരുമാനിച്ചിരിക്കുന്നത്. 11 മണിയോടുകൂടി കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിൽ ഇതിൻ്റെ വാദം, അല്ലെങ്കിൽ തുടർവാദം ആരംഭിക്കും. ജിംഷാദ്, പരാതിക്കാരിൽ ഒരാൾ മാറുന്നു, നിലപാട് മാറ്റുന്നു എന്നത് ഈ മുനമ്പൻ നിവാസികളെ സംബന്ധിച്ച്, ഈ കേസിനെ സംബന്ധിച്ച് ഏത് തരത്തിലായിരിക്കും സ്വാധീനിക്കുക? നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്ന അത്തരം വശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ലതീഷ്? അജിംഷാദ്, ഇക്കാര്യത്തിൽ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അക്കാര്യം. അതായത് ഇത് കൃത്യമായ ആധാരമുള്ള ഒരു ഭൂമിയാണ്. വാക്കാൽ വഖഫ് ചെയ്യുന്ന കുറേ സ്ഥലങ്ങൾ രാജ്യത്ത് പല സ്ഥലങ്ങളിലുമുണ്ട്. അത്തരം ഭൂമിക്കൊക്കെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ചില പള്ളി കമ്മിറ്റിയും മഹല്ല് കമ്മിറ്റിയും ഒക്കെ അധികാരം കൈയാളുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ചാണ് രേഖകൾ ഇല്ലാത്ത ഒരു പ്രശ്നമുള്ളത്. എന്നാൽ ഇതിന് കൃത്യമായ രേഖയുണ്ട്. മുനമ്പം ഭൂമിക്ക് കൃത്യമായ രേഖയുണ്ട്, അതിന് ആധാരമുണ്ട്. അതിൽ കുറേ കാര്യങ്ങൾ ഇന്നലെ ഒരു 2 മണിക്കൂറിലധികം നീണ്ട വാദത്തിൽ മുഴുവനായും ഈ ഒരു ആധാരം മുഴുവൻ വായിച്ചു തീർക്കാനോ അതിൽ വാദപ്രതിവാദം നടത്താനോ സാധിച്ചിട്ടില്ല. അത്തരത്തിൽ വിശദമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഭൂമി സിദ്ദിഖ് സേട്ടിൻ്റെ കുടുംബം ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റിന് കൈമാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൈമാറിയ കുടുംബത്തിലെ ഒരംഗം, അംഗത്തിൻ്റെ മക്കൾ നിലപാട് മാറ്റിയാൽ അത് ഈ കേസിനെ ഏത് തരത്തിൽ ബാധിക്കുമെന്നത് നിയമപ്രശ്നം തന്നെയാണ്. എന്നാൽ ഈ മാറിയ അല്ലെങ്കിൽ ഭൂമി കൈമാറിയ കുടുംബം ഒന്നടങ്കം നിലപാട് മാറ്റിയാൽ
കൂടുതൽ പ്രശ്നം ആകുമോ, അത് ഈ പറയുന്ന രീതിയിൽ ഈ മുനമ്പം നിവാസികൾക്ക് അനുകൂലമായും അല്ലെങ്കിൽ ഇപ്പോൾ ഫാറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് വെക്കുന്ന ഭാഗത്തിന് അനുകൂലമായും വരികയാണെങ്കിൽ അത് വഖഫ് ഭൂമി അല്ല എന്നുള്ള രീതിയിലേക്ക് വരുമോ എന്നൊക്കെയുള്ള കാര്യം തുടർവാദത്തിലും അതേപോലെ തന്നെ വിധിയും വരുമ്പോൾ മാത്രമേ അതിലൊരു അന്തിമ തീർപ്പ് ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ഇക്കാര്യത്തിൽ ഫാറൂഖ് കോളേജ് മാനേജ്മെൻറ്റിന് അനുകൂലമായാണ് നിലവിൽ മുനമ്പം നിവാസികൾ നിലപാടെടുത്തിരിക്കുന്നത്. അത് സ്വാഭാവികമായും അവർക്ക് വഖഫ് ഭൂമി അല്ല എന്ന് തെളിയിക്കേണ്ടത് ഫാറൂഖ് കോളേജ് മാനേജ്മെൻറ്റിനെ പോലെ തന്നെ മുനമ്പം നിവാസികളുടെയും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ആ വാദം മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ വഖഫ് ഭൂമിയാണ് എന്ന് വഖഫ് ബോർഡും അതേപോലെ തന്നെ സിദ്ദിഖ് സേഠിൻ്റെ കുടുംബവും നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇതിനാണ് പറവൂർ കോടതിയിൽ നിന്ന് ഉൾപ്പെടെ ഹൈക്കോടതിയിൽ അംഗീകാരം ലഭിക്കുകയും ആ ഭൂമി മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് എന്നുള്ള രീതിയിലേക്കുള്ള വിധി വരികയും ചെയ്തത്. അതിൽ ഭൂമി വിട്ടു നൽകിയ കുടുംബത്തിൽ അല്ലെങ്കിൽ ഭൂമി വിട്ടു നൽകിയ ആളിൻ്റെ മക്കളിൽ ഒരാളാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നിലപാട് മാറ്റം മുന്നോട്ട് വെക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ ഈ കേസിൻ്റെ മുന്നോട്ട് പോക്കിനെ സ്വാധീനിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അജിംഷാദ്. തീർച്ചയായും ഈ മക്കൾ 3 പേരുമില്ല, മക്കളുടെ ഒരാൾ മാത്രമാണ്, മകൾ മാത്രമാണ് ഇത്തരത്തിലൊരു നിലപാട് മാറ്റി സ്വീകരിച്ചിരിക്കുന്നത്. അത് ഈ വഖഫ് ഭൂമി അല്ല എന്ന് പറയുന്ന ഫറൂഖ് കോളേജിൻ്റെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്നതാണ്, മുനമ്പം നിവാസികളുടെ വാദത്തോടും ചേർന്ന് നിൽക്കുന്നതാണ്. അതുകൊണ്ട് സ്വാഭാവികമായി തന്നെ നിയമപരമായി പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും. അതൊരു പക്ഷേ മുനമ്പം നിവാസികൾക്ക് അനുകൂലമാകാനുള്ള സാധ്യത കൂടി കാണാവുന്നതാണ്. എന്തായിരുന്നാലും അത് നിയമപ്രശ്നമാണ്, അത് നിയമവിദഗ്ധരാണ് അതേ സംബന്ധിച്ച് കാട്ടേണ്ടത് അല്ലേ ലതീഷ്? തീർച്ചയായും ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വാദം തുടങ്ങിയിട്ടേ ഉള്ളൂ. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വാദമായിരിക്കും ഈ വഖഫ് ട്രൈബ്യൂണലിൽ തന്നെ ഉണ്ടാവുക. ട്രൈബ്യൂണലിൻ്റെ ഒരു തീർപ്പ് വന്നാൽ തന്നെ അക്കാര്യത്തിൽ കൂടുതൽ കോടതി വ്യവഹാരങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഈ വഖഫ് ആധാരം അല്ലെങ്കിൽ മുനമ്പം ഭൂമി ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റിന് രജിസ്റ്റർ ചെയ്തു നൽകിയ ആധാരം അടിസ്ഥാനമാക്കിയുള്ള വാദമാണ് ട്രൈബ്യൂണലിൽ ആരംഭിച്ചത്. അത് ഇന്നും തുടരും. ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പറവൂർ കോടതിയുടെ വിധി കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്ന് ഇന്നലെ ജഡ്ജി പറഞ്ഞിരുന്നു. അതിൽ ഉള്ള വാദവും സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഇക്കാര്യത്തിൽ അടിസ്ഥാനമായ കാര്യം നേരത്തെ ഞാൻ സൂചിപ്പിച്ച വിഷയം തന്നെയാണ്. വഖഫ് ഭൂമിയാണ് എന്ന് ഒരു വിഭാഗവും വഖഫ് ഭൂമി അല്ല എന്ന് മറുവിഭാഗവും വാദിക്കുന്നു. അത് രേഖ വെച്ചും നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടും വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ട ഉത്തരവാദിത്വം അല്ലെങ്കിൽ ചുമതലയാണ് ഇപ്പോൾ വഖഫ് ട്രൈബ്യൂണലിന് മുമ്പാകെ വന്നിരിക്കുന്നത്. അതിൽ സ്വാഭാവികമായും ഇരു കക്ഷികൾ എന്ന് പറയുന്നത് ഇരുവാദങ്ങളാണ്. ആ ഇരുവാദങ്ങൾ അവതരിപ്പിക്കുന്ന കൂടുതൽ കക്ഷികൾ 8 കക്ഷികളാണ് നിലവിലുള്ളത്. ആ 8 കക്ഷികളുടെയും വാദങ്ങൾ വിശദമായി കേൾക്കുകയും പരിശോധിക്കുകയും ചെയ്തിട്ട് ശേഷമായിരിക്കും ട്രൈബ്യൂണൽ ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കുക. അജിംഷാദ്.